അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങൾ സിയാറത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് കൽപ്പകഞ്ചേരി റൂട്ടിൽ നിന്ന് അല്പം ഉള്ളിലേക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പുളിക്കപ്പറമ്പ് മക്കാം, പുളിക്കപ്പറമ്പ് ജാറം എന്ന പേരിൽ പ്രസിദ്ധരായ മഹാന്മാരായ ശുഹദാക്കൾ അന്തിയുറങ്ങുന്ന മക്ബറയിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കിവിടെ സിയാറത്ത് ചെയ്യാം. ഈ മഹാന്മാരെക്കുറിച്ച് കൂടുതൽ ചരിത്രങ്ങൾ അറിയില്ലെങ്കിലും പറഞ്ഞു കേട്ടത് മഹാന്മാരായ ശുഹദാക്കളാണ് ഈ ഒരു കെട്ടിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നതാണ്. പ്രദേശത്തുകാരായ ആളുകളൊക്കെ ഇവിടെ വരുന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്, ഇവിടേക്ക് നേർച്ചകൾ കൊടുക്കാറുണ്ട്. ഈ മഹാന്മാരായ ശുഹദാക്കളെ തവസ്സുലാക്കി ദുആ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു മക്ബറയാണ് പുളിക്കപ്പറമ്പ് ജാറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശുഹദാക്കളുടെ മക്ബറ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഒരു ഫാത്തിഹ ഓതി സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് മടങ്ങാം. അല്ലാഹു ഈ മഹാന്മാരായ ശുഹദാക്കളുടെ ദറജകളേറ്റി കൊടുക്കട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആനു ഷരീഫിൻ്റെ മിസ്ൽ സവാബിനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണ അല്ലാഹ്. ലോകത്ത് മറവട്ട് കിടക്കുന്ന മുഴുവൻ മഹാന്മാരുടെയും മഹദിമാരുടെയും ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്മാരായ ശുഹദാക്കളുടെ ഹളറാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകൾ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് അപകടങ്ങൾ, മാരക രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എത്രയും പെട്ടെന്ന് ആജലായ ശിഫാ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹസ്ലാക്കി തരണം റഹ്മാനെ. പടച്ചവനെ, ഹജ്ജ് ഉംറ മറ്റു സിയാറകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവസാനം ഈമാൻ സലാമത്തായി ഈ ലോകത്തോട് യാത്ര പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.